أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. സൂറത്തുൽ ബഖറയിലെ 16-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതിക്കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ഉലൈക എന്ന വാക്കിൽ 4 or 5 ഖദർ നീട്ടേണ്ടതാണ്. അൽ മദ്ദുൽ മുത്തസിൽ എന്നാണ് ഇതിന് പറയാറുള്ളത്. അതായത് ദീർഘാക്ഷരത്തിന് ശേഷം ഹംസ ഒറ്റ വാക്കിൽ വന്നു. അതുകൊണ്ട് യാതൊരു കാരണവശാലും 2 ഖദർ നീട്ടാൻ പാടില്ല, 4 or 5 നീട്ടണമെന്നാണ് തജ്വീദ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. അതിനുശേഷം ഫമാ റബിഹത് തിജാറത്തുഹും, അവിടെ സുക്കൂനുള്ള തായിന് ശേഷം ഹറക്കത്തുള്ള താ വന്നു. അവിടെ ഒന്നാമത്തെ താ സുക്കൂനുള്ള തായിനെ കസ്റുള്ള തായിൽ ലയിപ്പിച്ച് ഇദ്ഗാം ചെയ്ത് ഒറ്റ താ ആക്കി മാറ്റി ഉച്ചരിക്കേണ്ടതാണ്. ഫമാ റബിഹത് തിജാറത്തുഹും വമാ കാനൂ മുഹ്തദീൻ. മുഹ്തദീൻ എന്ന വാക്കിൽ നിർത്തുമ്പോൾ 2 or 4 or 6 ഖദർ നീട്ടാവുന്നതാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ ഏത് ദൈർഘ്യമാണ് നാം സ്വീകരിക്കുന്നത് ഇവിടെ, അപ്പോഴൊക്കെ എല്ലാ ആയത്തുകളിലും ആ രൂപം പാലിക്കേണ്ടതാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. أولئك الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 16-ാമത്തെ ആയത്താണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത്. ഉലൈക الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ ഉലൈക അക്കൂട്ടർ, അല്ലദീന യാതൊരുവരാണ്, ഇഷ്തറവു അവർ വാങ്ങി, അതായത് അവർ വിലക്ക് വാങ്ങി, അൽദലാലത ദുർമാർഗത്തെ, ബിൽ ഹുദ സന്മാർഗത്തിനെ, ഫമ റബിഹത് എന്നാൽ ലാഭകരമായില്ല, തിജാറത്തഹും അവരുടെ കച്ചവടം, വമാ കാനു അവർ ആയതുമില്ല, മുഹ്തദീൻ നേർമാർഗം പ്രാപിച്ചവർ. അപ്പോൾ ഈ ആയത്തിന്റെ പൂർണ്ണമായ അർത്ഥം, സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ, എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല എന്നാണ്. ഇവിടെ ഈ ആയത്തിൽ സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ എന്ന് പറഞ്ഞത് കപടവിശ്വാസികളെ കുറിച്ചാണ്. മുമ്പ് കപടവിശ്വാസികളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത ആയത്തുകളുടെ തുടർച്ചയായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ കുറിച്ച് ഈ ആയത്തിലൂടെയും തുടർന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് അങ്ങ് മദീനയിൽ എല്ലാ നന്മയുടെ വിത്തുകളെയും നശിപ്പിച്ചു കളയാൻ പണിയെടുത്ത, എല്ലാ മേന്മയുടെ നാമ്പുകളെയും പിഴുതുമാറ്റാൻ തക്കം പാർത്ത് അധ്വാനിച്ച, സമൂഹത്തിലെ ഗുണകാംക്ഷികളായി അഭിനയിച്ച, മനുഷ്യരെ നന്മയ്ക്കു വേണ്ടി ശ്രമിക്കുന്നവരാണ് തങ്ങളെന്ന് വാദിച്ച് ഈ കപടവിശ്വാസികൾ അവർക്ക് ശക്തമായ താക്കീതുകൾ അല്ലാഹു സുബ്ഹാനഹു തആലയിൽ നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വിചാരണ നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ശക്തമായ ശിക്ഷ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പിടികൂടുന്നതാണ് എന്ന താക്കീത് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല ഈ കപടവിശ്വാസികൾക്കെതിരിൽ നൽകിയിട്ടുണ്ട്. ദുനിയാവിൽ തങ്ങളുടെ കാപട്യവുമായി വിരഹിക്കാൻ ഈ കപടവിശ്വാസികളെ വിടുന്നത്
തങ്ങളുടെ വഴിവിട്ട നിലപാടുകളും പരിധിവിട്ട പ്രവർത്തനങ്ങളും വിശ്വാസികൾക്കെതിരിലുള്ള ശത്രുതകളും എത്ര കണ്ട് ഈ കൂട്ടർ ചെയ്തു കൂട്ടുന്നുണ്ട് എന്നറിയുവാൻ വേണ്ടി മാത്രമാണ്. അവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ വിടുന്നതല്ല. സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയ ആളുകളാണ് ഈ മുനാഫിക്കുകൾ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവർ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമ്മെ അറിയിക്കുന്നത്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഭാഗത്തിന് നൽകിയ വ്യാഖ്യാനം ഇമാം തബരി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിച്ചിട്ടുള്ളത് നമുക്ക് കാണാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഉലൈകല്ലദീന ഇശ്തറഉ ളലാലത ബിൽ ഹുദാ, സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അൽ കുഫ്ര ബിൽ ഈമാൻ, അതായത് സത്യനിഷേധമാണ് ഈമാനിന് പകരം അവർ വാങ്ങിയിട്ടുള്ളത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരാൾ കച്ചവടം നടത്തുക എന്ന് പറയാറുള്ളത് എപ്പോഴാണ്? കൈവശമുള്ള ഒരു വസ്തു അതിന് പകരം മറ്റൊരു വസ്തു സ്വീകരിക്കുന്നതിനാണ് വിലക്ക് വാങ്ങുക അല്ലെങ്കിൽ കച്ചവടം നടത്തുക എന്ന് സാധാരണയായി നമ്മൾ പറയാറുള്ളത്. ഈ കച്ചവടത്തിൽ അങ്ങോട്ട് കൊടുക്കുന്ന വിഭവത്തിന്റെ മൂല്യം അത് ചുരുങ്ങിയ പക്ഷം തിരിച്ചു കിട്ടിയിട്ടുണ്ട് എങ്കിൽ മാത്രമാണ് കച്ചവടം ലാഭകരമാവുക. ഇല്ലെങ്കിൽ ആ കച്ചവടം നഷ്ടമായിട്ടാണ് നമ്മൾ പരിഗണിക്കാറുള്ളത്. ഈ കപടവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ കച്ചവടം അവർക്ക് ലാഭകരമായിട്ടില്ല എന്ന് മാത്രമല്ല, അവർക്ക് വലിയ നഷ്ടമാണ് അവരുടെ പ്രവർത്തനങ്ങൾ വഴി പ്രതിഫലമായി അള്ളാഹുവിൽ നിന്ന് ലഭിക്കുക. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിന് വിപരീതമായിക്കൊണ്ട് എതിരായി ചെലവഴിക്കുന്ന വിഷയങ്ങൾ, ഇവിടെയൊക്കെ പ്രതിഫലം ലഭിക്കുക കച്ചവടം എന്നൊക്കെ പറയുമ്പോൾ അത് സഹോദരങ്ങളെ അതിന്റെ അർത്ഥതലം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവർക്ക് വലിയ പ്രതിഫലമാണ് ലഭിക്കുക എന്നും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേ സഹോദരങ്ങളെ, അതൊരു കച്ചവടമായിക്കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ നോക്കൂ, സുഹൈബ് അർ-റൂമി റളിയല്ലാഹു അൻഹു, സുഹൈബ് ബിൻ സിനാൻ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. ജാഹിലിയ കാലത്ത് ഇറാഖിലേക്ക് നാടുവിട്ട അറബികളിൽപ്പെട്ട സിനാൻ എന്ന വ്യക്തി പിന്നീട് കിസ്ര ചക്രവർത്തി നിയമിച്ച ഇറാഖിലെ ന്യായാധിപനും ഭരണാധികാരിയുമായി മാറുകയാണ്. മെസപ്പൊട്ടോമിയയിലെ യൂഫ്രട്ടീസ് നദിയുടെ താഴ്വരയിൽ തന്റെ പിതാവിന്റെ സുന്ദരമായ കൊട്ടാരത്തിൽ കളിച്ചു വളരുന്ന സമയത്താണ് റോമാ സാമ്രാജ്യത്തിന്റെ ആക്രമണത്തിന് വിധേയമായി അവിടുത്തെ ആളുകൾ തടവുകാരായി മാറുന്നത്. അങ്ങനെ കുട്ടിയായ സുഹൈബ് റളിയല്ലാഹു അൻഹു ആ തടവുകാരിൽ ഉൾപ്പെടുകയാണ്. അദ്ദേഹത്തെ റോമക്കാർ പിന്നീട് അടിമച്ചന്തയിലെ വിൽപ്പന നടത്തുകയും അവസാനം മക്കയിലേക്ക് അടിമയായിക്കൊണ്ട് അദ്ദേഹം എത്തിപ്പെടുകയാണ്. മക്കയിൽ അബ്ദുല്ലാഹിബ്നു ജദ്ആൻ എന്ന് പറയുന്ന വ്യക്തി ഈ കുട്ടിയെ വിലക്ക് വാങ്ങുന്നു. എന്നാൽ ഈ കുട്ടിയുടെ ബുദ്ധി സാമർഥ്യവും ചുറുചുറുക്കും കണ്ട് സന്തുഷ്ടനായ അബ്ദുല്ലാഹിബ്നു ജദ്ആൻ ആ കുട്ടിയെ സ്വതന്ത്രനാക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ കൂടെ അദ്ദേഹത്തിന്റെ കച്ചവടത്തിൽ ഏർപ്പെടുവാൻ വേണ്ടി അവസരമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സുഹൈബ് റളിയല്ലാഹു അൻഹു മക്കയിൽ വലിയ സമ്പന്നനാവുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്ലാമിലേക്കുള്ള ക്ഷണം സ്വീകരിച്ച സുഹൈബ് റളിയല്ലാഹു അൻഹു പിന്നീട് ഹിജറ പോയ രംഗം ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ കുത്തിവെക്കേണ്ട നിമിഷങ്ങളാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. സത്യവിശ്വാസികളുടെ കൂടെ ഹിജറയിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹിച്ച സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ ഖുറൈശികൾ തടയുവാൻ ഗൂഢശ്രമം നടത്തുകയും സുഹൈബ് റളിയല്ലാഹു അൻഹു അവരുടെ കെണിയിൽ അകപ്പെടുകയും ചെയ്തപ്പോൾ സത്യവിശ്വാസികളുടെ കൂടെ ഹിജറ പോകുവാൻ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പിന്നീട് അദ്ദേഹം ശത്രുക്കളുടെ കണ്ണുവെട്ടിച്ച് ഒറ്റയ്ക്ക് മദീനയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് വഴിയിൽ വെച്ച് മക്ക മുശ്രിക്കുകളുടെ ഒരു സംഘം അദ്ദേഹത്തെ വളയുകയാണ്. മദീനയിലേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്ര തടയുവാൻ വേണ്ടിയിട്ട് ആ മക്ക മുശ്രിക്കുകൾ ശ്രമിക്കുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹു അവരോട് ധൈര്യപൂർവ്വം പറയുകയാണ്, ഖുറൈശികളെ, ഞാൻ നിങ്ങളെക്കാൾ സമർത്ഥനായ ഒരു വില്ലാളിയാണ് എന്ന് നിങ്ങൾക്കറിയാവുന്നതാണ്. എന്നോട് അടുത്തു പോകരുത്. എന്റെ ആവനാഴിയിൽ അവസാനത്തെ അസ്ത്രം വരെ ഞാൻ നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്റെ ഈ വാളുകൊണ്ട് നിങ്ങളോട് പൊരുതും. അത് നേരിടുവാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ട് എങ്കിൽ മാത്രം എന്നെ നിങ്ങൾ തടഞ്ഞാൽ മതി എന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു അവരോട് പറയുക. ആ സമയം
മക്ക മുശ്രിക്കുകൾ പറയുകയാണ്, മക്കയിൽ ഒരു പരമദരിദ്രനായ അടിമയായിട്ടാണ് നീ ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്നത്. പിന്നീട് നീ ഇവിടെ നിന്ന് സമ്പാദിച്ചു, നീ വലിയ ധനികനായി തീർന്നു. ഇന്ന് നീ ഈ മക്കയിൽ നിന്ന് സമ്പാദിച്ച ഈ സമ്പത്തുമായി രക്ഷപ്പെടുകയാണോ? അത് പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാ മക്ക മുശ്രിക്കുകൾ ഈ സുഹൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ഹിജ്റയെ തടയുന്നത്. ആ സമയം സുഹൈബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ രഹസ്യമായി സൂക്ഷിച്ച എന്റെ മുഴുവൻ സമ്പത്തും കൈവശപ്പെടുത്താം, എന്നെ എന്റെ പാട്ടിന് വിട്ടേക്കണമെന്ന് സുഹൈബ് റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുന്നു. അതിന് അവർ സമ്മതിക്കുകയാണ്. അങ്ങനെ സുഹൈബ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യം മുഴുവൻ ഒളിപ്പിച്ചു വച്ച ആ സ്ഥലം ആ മക്ക മുശ്രിക്കുകൾക്ക് കാണിച്ചു കൊടുക്കുകയും അങ്ങനെ അവർ അതിൽ സന്തുഷ്ടരാവുകയും അവർ മക്കയിലേക്ക് തിരിച്ചു പോകുന്നു. എന്നാൽ സുഹൈബ് റളിയല്ലാഹു അൻഹു ഹിജ്റ തുടരുകയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അദ്ദേഹം നടന്ന് അടുക്കുകയാണ്. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി എല്ലാം വെടിഞ്ഞ് ഏകനായിക്കൊണ്ട് ഭീകരമായ മരുഭൂമി താണ്ടിക്കൊണ്ട് സുഹൈബ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുചരന്മാരും ഖുബായിൽ ഇരിക്കുന്ന സമയത്ത് അള്ളാഹു ജിബ്രീൽ അലൈഹി ഇസ്ലാം വഴി ഈ കാര്യങ്ങളെല്ലാം വഹിയായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിക്കുകയും അങ്ങനെ നടന്നെടുക്കുന്ന സുഹൈബ് റളിയല്ലാഹു അൻഹു തന്നെ സമീപിക്കുന്ന ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷം കൊണ്ട് അവിടെ വിളിച്ചു പറയുകയാണ്. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനോട് വിളിച്ചു പറയുക, റബിഹൽ ബൈഅ അബാ യഹ്യ, റബിഹൽ ബൈഅ അബാ യഹ്യ. സുഹൈബ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ട് അബാ യഹ്യ എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിക്കുന്നത്. എന്നിട്ടോ നിങ്ങളുടെ ഈ കച്ചവടം ലാഭകരമായിട്ടുണ്ട്, നിങ്ങളുടെ ഈ കച്ചവടം ലാഭകരമായിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ, ഇവിടെ ഈ ചരിത്രത്തിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ ശരിയായ ഈമാൻ കൊണ്ട് തന്റെ സമ്പാദ്യം ചെലവഴിച്ചതിനെയാണ് അതൊരു കച്ചവടമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശേഷിപ്പിച്ചത്. ആ കച്ചവടം വിജയിച്ചിട്ടുണ്ട്, ലാഭകരമായിട്ടുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറിയിക്കുന്നത് അതുകൊണ്ടാണ്. എന്നാൽ ശരിയായ ഈമാൻ കയ്യെത്തും ദൂരത്തുണ്ടായിരുന്നിട്ടും ചിന്തയെയും ബുദ്ധിയെയും തൊട്ടുരമ്മി ഹിദായത്ത് നിലകൊണ്ടിട്ടും കപടവിശ്വാസികൾ ചെയ്തതെന്താണ്? അവർ അതൊക്കെ ധാർഷ്ട്യത്തോടെ അവഗണിക്കുകയാണ് ചെയ്തത്. അവരുടെ കച്ചവടം ഇസ്ലാമിനെ ധിക്കരിക്കുവാനും എതിർത്ത് തോൽപ്പിക്കുവാനും വേണ്ടിയിട്ടാണ് അവർ അതിനു വേണ്ടിയിട്ടാണ് സമയം ചെലവഴിച്ചത്. ഖത്താദ റളിയല്ലാഹു അൻഹു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിച്ചത്, ആ കപടവിശ്വാസികൾ അവർ സന്മാർഗത്തിൽ നിന്ന് ദുർമാർഗത്തിലേക്കും ഐക്യത്തിൽ നിന്ന് ഭിന്നിപ്പിലേക്കും നിർഭയത്വത്തിൽ നിന്ന് ഭയത്തിലേക്കും സദാചാരത്തിൽ നിന്ന് ദുരാചാരത്തിലേക്കും വഴുതിപ്പോവുകയാണ് ചെയ്തത് എന്നാണ്. അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഈ കപടവിശ്വാസികളുടെ കച്ചവടം ലാഭകരമാകാതെ പോയത്, അവർക്ക് അവരുടെ ലക്ഷ്യം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട് കഴിയാതെ പോയത് അതുകൊണ്ടാണ്. അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സന്മാർഗം വിറ്റ് പകരം ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ എന്ന്. ഇതാണ് സഹോദരങ്ങളെ ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ ആശയമായി പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തന്നത്.